പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 7ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ നാരായവേരറുക്കുന്ന അതിവിപ്ലവകരമായ നടപടിയിലേക്ക് കടക്കുന്നു. അന്ന് സ്വാമിയെ ആക്രമിക്കാൻ വന്ന പൗരോഹിത്യത്തിനോട് അദ്ദേഹം ശിരസ്സുയർത്തി പറഞ്ഞത്, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. ആ പ്രതിഷ്ഠയിലൂടെ അതുവരെ കേരളത്തിൽ അധസ്ഥിത വിഭാഗത്തിന് ദുർദൈവങ്ങളെ മാത്രം ആരാധിക്കാനും പ്രതിഷ്ഠിക്കാനും സാധിച്ചിരുന്നുവെങ്കിൽ അതിനുശേഷം സദ്ദൈവങ്ങളെയും ആരാധിക്കാനും പ്രതിഷ്ഠിക്കാനും സാധിക്കുന്ന ഒരു തലത്തിലേക്ക് വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടാവുകയാണ്. ഋതംബരാനന്ദ സ്വാമികൾ അധ്യക്ഷനായി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ, ഡോക്ടർ RLV രാമകൃഷ്ണൻ, സ്വാമി അസംഗാനന്ദഗിരി, ആശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, ബിജു പണ്ടാരിക്കൽ, ഷൈജു സായിറാം എന്നിവർ സംസാരിച്ചു. ഞാൻ നേരിട്ട വലിയൊരു പ്രതിസന്ധിയാണ്, എനിക്ക് വന്ന ഒരു ചുരുക്കപ്പേരാണ് കാക്ക. കാക്കയുടെ നിറം പോലുള്ളവൻ. എന്താ പറയുക, അത്രയും ശുഷ്കമായ ചിന്താഗതിയുള്ള ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ പിന്താങ്ങുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് തുടർന്നുള്ള പല കാര്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്കാരം എവിടെ ചെന്നെത്തുന്നു എന്നുള്ളത് വളരെ ഭയാനകമാണ്. ഞാൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, മറ്റ് ദൂഷ്യവശങ്ങളൊന്നും. ഞാൻ കല പഠിച്ചു. ആ കലയെ കേരളീയനായ ഞാൻ എങ്ങനെ സമൂഹത്തിൽ അതിനെ പ്രചാരത്തിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൽ അടിസ്ഥാനമായിരുന്ന വർണ്ണം, വർഗ, ജെൻഡർ തുടങ്ങിയ വിവേചനങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഒരു കലാരൂപത്തിൽ അത് പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത്തരം വിവേചനങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ഗവേഷണവും ആരംഭിച്ചത്. പക്ഷെ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഗുരുദേവ കൃതികളെ തന്നെ എടുത്തു നൃത്തം ചെയ്യുന്ന പലവരും ഇത്തരം ജാതിയെ വല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല ഗുരുദേവ കൃതികൾ ചിട്ട ചെയ്യുമ്പോഴും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ചില സംസ്കാരത്തെപ്പറ്റി എന്താ പറയുക, അത്തരം പലതരത്തിലുള്ള വിവേചനങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അത്തരത്തിലുണ്ടായിട്ടുണ്ട്.